നിങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിലായിക്കോ, ഒരു സാധനം നമ്മൾ ഒരു കരാർ തയ്യാറാക്കും. ഇപ്പോൾ ഒരു ലിഫ്റ്റ് വാങ്ങുന്നു. നമ്മുടെ ലിഫ്റ്റ് നമ്മൾ ഇറങ്ങാൻ ഉപയോഗിക്കുന്ന ലിഫ്റ്റില്ലേ, അതിന് സേവനത്തിന് പ്രത്യേകമായ പണമുണ്ട്. അത് വേണ്ടി വന്നാലും വേണ്ടി വന്നില്ലെങ്കിലും അതിന് ആ പണം അടച്ചേ പറ്റൂ. അതാ കരാർ. ഏത് കരാറും അതെ, വളരെ വ്യക്തമായിട്ടുള്ള കരാർ അതാണ്. മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് എന്തായാലും വേണ്ടി വരുന്നത് അന്നേരമാണ് സേവനം കൊടുക്കുക. അത് സംബന്ധിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. എൻ്റെ അത് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെയുള്ള എന്തൊക്കെയാണ് വ്യവസ്ഥ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു വരാൻ അതൊക്കെ നിയമപരമായിട്ട് സാധിക്കുമല്ലോ. അതിലൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിക്കോ. നൂറുകണക്കിന് കോടി ഉറുപ്പിക ഞാൻ ഈ പറഞ്ഞതുപോലെ പണം കൊടുത്തതിന് യാതൊരു വ്യവസ്ഥയില്ലാതെ അതിന് നികുതി ഇളവ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ചോദിച്ചിട്ടേ ഇല്ല, ഒരു പ്രശ്നമേ ചോദിക്കുന്നില്ല. ചോദിക്കാതിരിക്കുന്നു, ചോദിക്കാതെ ഇരിക്കുന്നു. അതെന്താ? അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്. UDF നേതാക്കന്മാർ വണിച്ച മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഓരോന്നും കണക്ക് പറഞ്ഞില്ലേ. 171 കോടി, അതുപോലെ തന്നെ 16 കോടി, അതുപോലെ 39 കോടി. ഇതെല്ലാം 1.7 ഉണ്ടല്ലോ. അതിന്റെ അത്രയും വലിയ കോടിയല്ലേ? 16 മാധ്യമങ്ങൾ 16 കോടി. ഇതൊക്കെ വാങ്ങിയത് എല്ലാം ചേർത്ത് നികുതി ഇളവ് നൽകിയിട്ടുണ്ട്. അപ്പോ എന്താണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് ഉപയോഗപ്പെടുത്തിയിട്ട് രാഷ്ട്രീയമായ കാരണങ്ങളാൽ അത് വലിയ പർവ്വതീകരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അന്നേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെയും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഇത്രയേ പറയാൻ. വാസ്തുതാപരമായിട്ട് ഒരു വിഷവുമില്ല. അവർ അത് ആ കമ്പനിയും അതുപോലെ തന്നെ കരാർ ഒപ്പിട്ടുള്ള മറ്റേ കമ്പനിയും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ തീരുമാനിക്കേണ്ടതല്ലേ? അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ട് സേവനം ചെയ്യുന്നു. അതെ, അത് ആ കമ്പനിയല്ലേ തീരുമാനിക്കേണ്ടത്. എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നു. നമ്മളെ അല്ല, അതാ കമ്പനിയല്ല ഉപദ്രവിക്കുന്നത്. കമ്പനിയല്ല ഉപദ്രവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏജൻസികളാണ്. ആ ഏജൻസികൾ ഇനിയും പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. പറയുന്നതിനൊന്നും നമ്മൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് പറയുന്നത്. ബാക്കി ഇത്രയേ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും വലിയ തുകക്ക് കൃത്യമായിട്ട് ഇളവ് നൽകി, അതിന് യാതൊരു തരത്തിലുള്ള വ്യവസ്ഥാപിതമായ തെളിവും ഇല്ല. അതിനൊക്കെ ഇളവ് നൽകിയിട്ട് വ്യവസ്ഥാപിതമായ തെളിവുള്ളതിന് ഇളവ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ. അത്രയും കണ്ടാൽ മതി. ഏത് അന്വേഷണത്തിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ പ്രശ്നമുണ്ട്. അതെ, അന്വേഷിക്കട്ടെ. എന്താ അന്വേഷിക്കാത്തില്ല? നിങ്ങൾ അന്വേഷിക്കണം. ഞാനിപ്പോൾ പറയുന്നത് അത് അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഇളവ് നൽകുകയും ചെയ്തു. അതിന്റെ 70% ഇളവ് അവർക്ക് നൽകി. അതുകൊണ്ട് അതിനകത്ത് ഈ റെസീറ്റ് ഉണ്ടായിട്ടാണോ അല്ല എന്തൊക്കെ ഉണ്ടായിട്ടാണോ കൊടുത്തത് ഇളവ്? അത് പരിശോധിച്ച് നോക്കണം. പരിശോധിച്ചോ. ഇത്തരത്തിലൊരു മണി ലോണ്ടറിംഗ് ആക്ടുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കർണാടക ജയിലിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഈ ബിനീഷ് കോടിയേരിക്ക് ഇതേപോലെ പിന്തുണ ലഭിച്ചില്ല പാർട്ടി. അല്ല, അത് രണ്ടാണ്. 2000 നമ്മൾ കണ്ടാൽ മതി. ബിനീഷ് കോടിയേരിന്റെ കേസിന്റെ അകത്ത് പാർട്ടി പറഞ്ഞത്, കോടിയേരി തന്നെ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ കോടിയേരി തന്നെ പറഞ്ഞത്, എൻ്റെ മകൻ എന്ന രീതിയിൽ ഒരു ആനുകൂല്യവും പാർട്ടി എന്ന രീതിയിലോ ഞാനെന്ന രീതിയിലോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ള തുറന്ന മനസ്സോടുകൂടിയുള്ള നിലപാടാണ് അന്ന് എടുത്തത്. അത് വേറെ ഒരു കേസിന്റെ ഭാഗമാണ്. ഇത് രണ്ടാണെന്ന് നേരത്തെ അതേ പാർട്ടി സ്റ്റേറ്റ്മെന്റ് ഇറക്കാനുള്ള വസ്തുതാപരമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ട കാര്യം? ആർക്ക്? നിങ്ങൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് കെട്ടിപ്പോക്കുന്നത്? അത് പറഞ്ഞാൽ അതിന് മറുപടിയായി. അല്ല, പട്ടേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാർത്ത ഇന്നിപ്പോ ഒരു പത്രത്തിന്റെ അകത്ത് ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?